ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് കീമോ എടുക്കുന്ന കാര്യത്തെ കുറിച്ചാണ്. അത് തന്നെയാണ് ഈ പ്രാവശ്യം എനിക്ക് പറയാനുള്ളത്. കീമോ ഞാൻ എടുത്തു കൊണ്ടിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വെയിറ്റ് ലോസ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഒരു 74ഓളം kg ഉണ്ടായിരുന്ന ഞാനൊരു ഏകദേശം ഒരു 50-52 കിലോട്ട് കുറഞ്ഞു. കീമോ എടുക്കുമ്പോൾ പ്രത്യേകിച്ചും സർജറി എല്ലാം കഴിയുന്നതായതുകൊണ്ട് ഇങ്ങനെ വരുന്നതാണ്. ഈ വെയിറ്റ് ലോസ് ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കേണ്ടതാണ്. ഭക്ഷണം സത്യം പറഞ്ഞാൽ കഴിച്ചെന്ന് ഇറങ്ങൂല. എങ്കിലും ഞാനത് വളരെ കാര്യമായിട്ട് എടുത്തിട്ട് ഛർദ്ദിക്കാതെ നോക്കി. ഒരു കീമോ എടുത്ത് വരുമ്പോൾ ഒരു 4 ദിവസത്തേക്ക് ഛർദ്ദിക്കാനുള്ള ഗുളികയൊക്കെ തരുവരും. അപ്പോൾ നമ്മളത് കഴിച്ചിട്ട് വേണം അന്നത്തെ ദിവസങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ. അല്ലാത്തൊരു ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളൊന്നും ഭയങ്കര ഇതായിരിക്കും. ഫൈറ്റ് ചെയ്ത് ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. ചിലർക്ക് ലൂസ് മോഷനായിട്ടൊക്കെ പോകും. ഭാഗ്യത്തിന് ഇങ്ങനെയൊന്നും എനിക്ക് സംഭവിച്ചില്ല. എങ്കിലും ശരീരത്തിന് വെയിറ്റ് എല്ലാം പോയി. അപ്പോൾ കൗണ്ട് എല്ലാം കുറയാണെന്നുണ്ടെങ്കിൽ അടുത്ത കീമോ എടുക്കാൻ ബുദ്ധിമുട്ടാവും. പിന്നെ അത് ബ്രേക്ക് ആക്കേണ്ടി വരും. അപ്പം അതൊക്കെ എൻ്റെ മനസ്സിൽ ഉള്ളത് കൊണ്ട് പലരും പറഞ്ഞു കേട്ടതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കും. ഏത് രാത്രിയാണെങ്കിലും ഇപ്പം മൂത്രമൊഴിക്കാൻ എഴുന്നേറ്റാൽ പോലും ഞാൻ 1-2 ക്യാഷ്നട്ട്, പാല്, ബിസ്ക്കറ്റ്, ഇതൊക്കെ ഇടക്കിടക്ക് പഴമൊക്കെ ഇങ്ങനെ ഓരോ മണിക്കൂറുകൾ ഇടപെട്ട് ഞാനിങ്ങനെ കഴിക്കും. ഇതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ താമസിക്കുന്ന ആ റൂമിനകത്ത് ഒരു വലിയൊരു കണ്ണാടി ഉണ്ട്, മിറർ. ഞാൻ കട്ടിലേന്ന് ഇറങ്ങിയിട്ട് പതുക്കെ പിടിച്ചായിരിക്കും ഞാനിങ്ങനെ നടക്കുമ്പോൾ ഈ കണ്ണാടിയുടെ മുമ്പിൽ വരുമ്പോൾ എൻ്റെ രൂപം കാണുമ്പോൾ എനിക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റൂല. അതായത് ഒരു 19 വയസ്സുള്ള ഒരു പ്രായമുള്ള മനുഷ്യൻ്റെ ആ രൂപത്തിലേക്ക് അയിഞ്ഞ് എനിക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥ ആ സമയത്ത് ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഒരു വാശിയായിരുന്നു ഇതൊക്കെ കാണുമ്പോൾ. എങ്ങനെയെങ്കിലും ആരോഗ്യം വെക്കണം, ഈ പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരണം. അതായിരുന്നു എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് ഏറ്റവും കൂടുതൽ. കണ്ണാടി ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ എന്നെ തന്നെ കാണൂലായിരുന്നു. ഒരു ഇച്ചിരി മുഖം കാണുന്ന പോലെയല്ല, മൊത്തം എന്നെ കാണുമ്പോൾ ആകെ ഒരു കോലം അത്രയ്ക്ക് മോശമായിരുന്നു. അങ്ങനെ ഭക്ഷണം ഇതേപോലെ ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. ഇതൊക്കെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ എല്ലാവരും കഴിക്കണം. കാരണം ആരോഗ്യമുള്ള ശരീരത്തിലെ ആയുസ് ഉണ്ടാവുള്ളൂ. നമ്മുടെ ട്രീറ്റ്മെൻറ്റ് എടുക്കണ്ടേ. കീമോ എല്ലാം മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ്. ഈ കീമോ കഴിഞ്ഞിട്ട് വേണം പിന്നെ അടുത്തത് റേഡിയേഷൻ ഉണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് തീർക്കണ്ടേ? 5-6 മാസം പിടിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. 21 ദിവസം ഓരോ കീമോക്ക് ഇങ്ങനെ 21 ദിവസം വേണം. അപ്പോൾ ഞാനപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഈ മോഷൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഷൻ വയറ്റത്ത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് ടെമ്പററി ആയിട്ടാണല്ലോ വെച്ചിരിക്കുന്നത് കുടൽ പുറത്ത്. ആ ബേസ് ഒരു 10 ദിവസത്തേക്ക് പറ്റുള്ളൂ. ആ ബേസ് 10 ദിവസത്തേക്ക് പറ്റുള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്ന ബാഗ് നമ്മൾ മോശമാകണനുസരിച്ചിട്ട് ചിലപ്പോൾ ആഴ്ചയിൽ 1-2 ഒക്കെ മാറേണ്ടി വരും. ഈ രണ്ടിനും കൂടി ഏകദേശം ഒരു 400 രൂപയുടെ അടുത്ത് വരും. അന്ന് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നല്ല എക്സ്പെൻസാണ് കേട്ടോ. രോഗം വന്നു കഴിഞ്ഞാൽ ഒരുപാട് പൈസകൾ വേണ്ടി വരും നമുക്ക്. അങ്ങനെ ഈ ബാഗ് ഒക്കെ മാറ്റണമെങ്കിൽ ചിലപ്പോൾ ഇൻഫെക്ഷനൊക്കെ അവിടെയൊക്കെ പൊട്ടി ഒക്കെ വരും, ഒലിച്ച് ഇറങ്ങും. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വേണം അതിൻ്റെ ക്ലീൻ ചെയ്ത് മരുന്നൊക്കെ വെച്ച് അടുത്ത ബാഗ് അവർ വെച്ച് തരും. ഒരു പ്രാവശ്യം അത് ചെയ്യണതിന് അന്ന് 1000 രൂപയായിരുന്നു. ഇപ്പം എത്ര രൂപയെന്ന് എനിക്കറിയില്ല. എല്ലാം കൂടെ കൂടി അവർ 1000 രൂപ ചാർജ് ചെയ്യും. ഇതെല്ലാം 10 ദിവസം കൂടുമ്പോൾ വൈഫാണ് ചെയ്യണത്. അവർ ഈ ഗ്ലൗസ് ഒക്കെ ഇട്ട് അതൊക്കെ വളരെ ആത്മാർത്ഥത്തോട് ചെയ്തു തരുമായിരുന്നു. കാരണം ബുദ്ധിമുട്ട്, അത് കാണാൻ ബുദ്ധിമുട്ടാണ്. അതെല്ലാം ക്ലീൻ ചെയ്യാൻ, കുടലിൻ്റെ സൈഡിൽ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര പണിയാണ്. പെട്ടെന്ന് ഈ കുടലൊക്കെ ഇങ്ങനെ ഒറിജിനലായിട്ട് ഇങ്ങനെ കാണുമ്പോൾ അതിങ്ങനെ അനങ്ങൂട്ടാണ്. അനങ്ങനെ കാണുമ്പോൾ പേടിയാവും. ആദ്യമേ ഇവര് അനിയത്തിയും വൈഫൊക്കെ പേടിച്ച് അനിയത്തി ഒരു ജാതി ബോധക്കേട് പോലെ വന്നു പോയി ഇത് കണ്ടിട്ട്. ഞാൻ കണ്ടിട്ട് തന്നെ ഇതെന്ത് ഹൈറ്റോടെ ഇരിക്കണേ നമുക്ക് മനസ്സിലാവുന്ന. ഇത് അത്രക്കൊരു മാനസികമായിട്ടുള്ള അത് പേടിക്കാൻ വേണ്ടിയിട്ട് കാണുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് നമ്മളിതൊന്നും കണ്ടിട്ട് ആരും ഇതിനെ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ അതൊക്കെ അങ്ങനത്തെ ഒരു അവസ്ഥകളായിരുന്നു. അപ്പൊ അതെല്ലാം സെറ്റാക്കി അവരതെല്ലാം ചെയ്തു തരുമായിരുന്നു. ഒരു മടിയും ഇതൊന്നും കാണിക്കാതൊക്കെ ചെയ്ത് സെറ്റാക്കി ഓരോ കീമോ എടുക്കാൻ വേണ്ടിയും ഇതേപോലെ കീമോ പാടി പോകും. പക്ക നെഗറ്റീവ് ആണെങ്കിലും തിരിച്ചു വന്നത് വളരെ പോസിറ്റീവായിട്ട് ജീവിക്കണമെന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ ഞാൻ അങ്ങനെയും വരുമായിരുന്നു. എൻ്റെ മനസ്സിൽ ഒരു കെടാതെ ഒരു ഫയർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ ആകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എല്ലാവരും അങ്ങനെ ആകണം. എങ്കിലും നമ്മുടെ ജീവിതം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഇടയിൽ വരുന്നു ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിലും ഞാനെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കീമോ എടുത്ത് വന്ന് ഒരു ദിവസം വീട്ടിലേക്ക്, പിറ്റേ ദിവസം എൻ്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് അവനെ കൂടെ വിളിച്ചിട്ട് അവൻ്റെ കാറിൽ ഭക്ഷണങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് വെള്ളമൊക്കെ വെച്ച് മാസ്കും വെച്ചിട്ട് ഞാൻ നേരെ മൂന്നാർ റൂട്ടൊക്കെ പോകും. ഞാൻ ഈ ഫ്ലാറ്റിലായതുകൊണ്ട് ആരും വരാത്തത് കൊണ്ടും
ഞാൻ ഒറ്റപ്പെടലായതുകൊണ്ടും ഞാനിങ്ങനെ പോയി ആ മൂന്നാറിൻ്റെ തണുപ്പിലൊക്കെ ഒന്ന് നിന്ന് നല്ല ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് കുറേ നേരം 3-4 മണിക്കൂർ അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് ആ വണ്ടിയിൽ തന്നെ തിരിച്ചെന്നെ കൂടെ നാക്കിയിട്ട് പുള്ളി പോകും. അപ്പം എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. ഓരോ ദിവസവും ഇത് മുമ്പോട്ട് പോകണ്ടേ. എങ്ങനെയെങ്കിലും ഇതൊരു 8 കീമോ ഒക്കെ എടുത്തിട്ട് വേണം റേഡിയേഷന് പോകാനുള്ളതാണ്. അപ്പോൾ അത് ഞാനങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. ഇത് ഞാൻ വീണ്ടും പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കാരും അവർക്ക് ഇഷ്ടപ്പെടുന്ന ഇതിൽ നിന്ന് സർവൈവ് ചെയ്യാനുള്ള ഓരോ ടെക്നിക്സ് അവർ കണ്ടുപിടിച്ചില്ലെങ്കിൽ അവർ അതിൽപ്പെട്ട് ഒന്നും സഹിക്കാൻ പറ്റാതെ വിഷമിച്ച് ഈ കൗണ്ടെല്ലാം കുറഞ്ഞ് ഈ അവശതയായി ആള് സലാം പറഞ്ഞ് പോവുകയുള്ളൂ. കാരണം അങ്ങനത്തെതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത്. ഈ 11 വർഷം കൊണ്ട് ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേർക്ക് നല്ല സപ്പോർട്ട് കൊടുക്കാനും എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറ്റുന്നുണ്ട്. അതൊക്കെ എനിക്ക് വലിയൊരു കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഒരു സമയം ഞാൻ അവർക്ക് വേണ്ടി ഞാൻ ഇറങ്ങിത്തിരിക്കുമായിരുന്നു. ഇത് ഞാൻ സർവൈവ് ചെയ്ത് നല്ല സെറ്റായി വന്നതിന് ശേഷം ആ സമയത്തൊക്കെ ഈ വയ്യാണ്ട് കിടക്കുന്ന സമയത്തൊക്കെ ഒന്നും നമ്മൾ തന്നെ എങ്ങനെ നിലനിൽക്കും എന്നറിയാൻ പാടാത്തൊരു അവസ്ഥയായിരുന്നു. അങ്ങനെ ആയിരുന്നു ആ കാലം ഞാൻ അതിന് മുന്നോട്ട് പോയത്. ഇത് ആര് പറഞ്ഞാലും വിശ്വസിക്കില്ല. ഇങ്ങനെയൊക്കെയാണെന്ന്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ പോകാൻ പാടില്ല, അധികം ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാൻ പാടില്ല എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഞാനെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നേരത്ത് എല്ലാവരും കൂടെ പറയുന്നത് കേട്ടു. വൈഫിനോടൊക്കെ പറഞ്ഞു ഇങ്ങനെ അട്ടപ്പാടിയിൽ ഒരു ധ്യാനം നടക്കുന്നുണ്ട്. അപ്പോൾ വൺ ഡേ ആകുമ്പോൾ ആർക്കും വേണമെങ്കിലും പങ്കെടുക്കാൻ, ബുക്കിംഗ് ഒന്നുമില്ല. അത് ചെല്ലണം, അന്ന് ചെന്നിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാകും. ലോറൻസിന് ആയിട്ട് പോകണം നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എങ്ങനെ എന്നോട് പറയുക, ഞാൻ എന്താണെന്ന് പറയാന്നറിയില്ല. എന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, വൺ ഡേ ധ്യാനമാണ് UK മിനിസ്ട്രിയിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നു, വിദേശികൾ വന്ന് ചെയ്യണതാണ്. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവും, ഹെൽത്ത് വൈസ് ഒക്കെ ഈ ക്യാൻസർ വന്നവരൊക്കെ രക്ഷപ്പെടും എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഉള്ളിലും എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചാൽ മതി, ക്യാൻസർ ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം, എനിക്ക് ജീവിക്കണം എന്നുള്ളതാണ്. അതിന് ധ്യാനമല്ല എന്താണെങ്കിലും ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ തന്നെ എൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയിൽ യാത്രയായി. അവിടെ ഒരു ദിവസമായിരുന്നു. തലേ ദിവസം കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി താമസിച്ച് അവിടെ നിന്ന് അവരുടെ ഫാമിലിയെല്ലാം കൂട്ടിയിട്ട് എന്നെയും കൊണ്ട് അവിടെ ചെന്നു. സത്യം പറയാല 10,000 ജനങ്ങളായിരുന്നു അട്ടപ്പാടിയിൽ. പല അവരുടെ ഇതിലൊന്നും കൊള്ളൂല. കാരണം ആ പരിസരത്തുള്ള എല്ലായിടത്തും വലിയ സ്ക്രീനൊക്കെ വെച്ചിട്ട് ആണ് ഇതിങ്ങനെ ആ ഒരു മെയിൻ സ്ഥലത്തുനിന്ന് ഇത് ടെലികാസ്റ്റ് ചെയ്യണ പോലെ ഇങ്ങനെ എല്ലായിടത്തും 8-10 വലിയ സ്ക്രീനുകൾ പല തട്ടുകളായിട്ട് അവിടെ മല അടിവാരമൊക്കെയുള്ള മലയുടെ മുകളിലൊക്കെ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് ആ സ്ഥലത്തൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഞാനും പോയി ഇരുന്ന് ഇതേപോലെ. പക്ഷെ സത്യം പറയാൻ എനിക്ക് ഇരിക്കാൻ പോലും സ്ഥലം കിട്ടിയില്ല. ഒരുപാട് പേരൊക്കെ ഒന്ന് നേരത്തെ സ്ഥലം പിടിച്ചിട്ടുണ്ടായി. ഞാൻ ആ കൂട്ടത്തിലിരിക്കണം. ഓരോരോ വിങ്ങായിട്ടാണ്. ഒരു 10-200 പേര് എന്ന് വെച്ചിട്ട് 10-200 പേര് 1500 പേര് പല ഡിവിഷനാണ്. എനിക്കൊന്നും അന്നൊക്കെ 10,000 ആൾക്കാർ വന്നുണ്ടായി. ബസ്സുകളൊക്കെ കൊണ്ട് റോഡൊക്കെ ബ്ലോക്ക് ആയിരുന്നു. അവിടെ ഭയങ്കര അത്ഭുതങ്ങൾ നടക്കണമെന്നാണ് പറഞ്ഞേക്കണം. എന്തായിക്കോട്ടെ, എനിക്ക് രക്ഷപ്പെട്ടാൽ മതി. ഞാൻ പോയി. എന്നിട്ട് ഇതേപോലെ ആ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് ഇതേപോലെ അച്ഛനിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, പട്ടാലച്ഛനൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. പിന്നെ വിദേശീയരൊക്കെ ഉണ്ട്, വെള്ളക്കാരൊക്കെ ഭയങ്കര അത്ഭുതങ്ങളൊക്കെ നടക്കണമെന്ന് പറയുന്നുണ്ട്. അവസാനം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, ക്യാൻസർ പേഷ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എഴുന്നേറ്റ് കൈവൊക്കെ കേൾക്കാൻ പറയും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്ന് പറയും. അപ്പൊ എൻ്റെ ഏരിയയിൽ ഒരു 250 പേര് കൂടുതൽ ആൾക്കാർ ഇരിക്കണുണ്ട്. എനിക്ക് സീറ്റ് ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ കൈവക്കി. നോക്കുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. ആ ഡിവിഷനിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ക്യാൻസർ പേഷ്യൻ്റ് ചെന്നപ്പോൾ എല്ലാവരും പൊതുവെ എല്ലാവരും തിരിഞ്ഞോ നോക്കുമല്ലോ, അവരുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടാകുന്നൊക്കെ എല്ലാവരും നോക്കുക, അല്ലേ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നോക്കുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ കൈവക്കി കേൾക്കുന്നത്. എനിക്കാണെങ്കിൽ സീറ്റും ഇല്ല. അപ്പോൾ എല്ലാവർക്കും ഒരു വിഷമമായി. എന്നെ വേഗം തന്നെ അവരൊക്കെ എഴുന്നേറ്റിട്ട് ഇരിക്കുന്നു പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ല, ഞാൻ നിൽക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അച്ഛനിങ്ങനെ പറഞ്ഞ് ഈ എല്ലാവരും ആ രോഗിയുടെ മേത്ത് കൈ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇതൊക്കെ കണ്ടോടുകൂടി എൻ്റെയും കയ്യിൽ നിന്ന് പോയി. എനിക്കും വിഷമമായി വെച്ചാൽ സങ്കടമായി. ഞാൻ രക്ഷപ്പെടായിരുന്നു. എല്ലാം പ്രാർത്ഥന ഞാൻ രക്ഷിക്കും, എൻ്റെ രോഗം മാറും. ഞാൻ നോക്കുമ്പോഴല്ലേ എൻ്റെ ശരീരത്ത് മര്യാദക്ക് എനിക്ക് കാണാൻ പറ്റില്ല. അതേപോലെ മൊത്തം കൈകളാണ് എല്ലാവരുടെ. ക്യൂ പോലെ നിന്നിട്ട് എല്ലാവരും കൂടെ കൂടി നിന്നിട്ട് വലിയൊരു ജനം മൊത്തം ചുറ്റും നിന്നിട്ട് അവരവരുടെ ഓരോരുത്തരുടെ മേത്ത് ടച്ച് ചെയ്താൽ മതി എന്ന് പറയും. എൻ്റെ മേത്ത് ടച്ച് ചെയ്തവരുടെ മേത്ത് മറ്റവരുടെ ടച്ച് ചെയ്ത്. എൻ്റെ വീട്ടുകാർക്ക് പോലും എന്നെ ടച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തിനധികം പറയണം, പ്രാർത്ഥന, ഭയങ്കര പ്രാർത്ഥനയും. ഞാനും കിടന്ന് നിലവിളിച്ച് കയ്യിൽ നിന്ന് എന്താ പറയണ സന്തോഷമുണ്ട്, രക്ഷപ്പെടുക എന്നുള്ള വലിയൊരു സന്തോഷം. അങ്ങനെ അത് കൂടി തിരിച്ചു പോന്നു. വലിയൊരു റിലീഫായി. ഏതായാലും ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെയായിരുന്നു എൻ്റെ ചിന്ത.
അങ്ങനെ വീട്ടിലോട്ട് പോന്നു. ആരോടും അങ്ങനെ പ്രത്യേകിച്ച് ആൾക്കാരോടൊന്നും പറഞ്ഞൊന്നുമില്ല. എല്ലാവരും ഹോസ്പിറ്റലൊന്നും പറഞ്ഞില്ല, അങ്ങനെ പോകാൻ പാടില്ലെന്ന് പറഞ്ഞേക്കണം. തിരിച്ചു പോന്നു. അങ്ങനെയും എനിക്കൊരു ലൈഫിലൊരു എക്സ്പീരിയൻസ് ആ സമയത്ത് എനിക്കുണ്ടായിരുന്നു. അത് എല്ലാവരും ഇതേപോലെ പോകണം, എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം. എന്നാൽ അതൊരു എന്താ പറയുക, അതും ഒരു സർവൈവൽ ടെക്നിക്സാണ് എൻ്റെ അനുഭവത്തിൽ. എനിക്ക് അങ്ങനെ പോകാൻ പറ്റി. ആ ഒരു ദൈവാനുഭവം എന്ന് പറഞ്ഞാൽ കിട്ടി. ദൈവവിശ്വാസം ഉണ്ടായില്ല എന്നൊക്കെ നമ്മളാരും കണ്ടിട്ടൊന്നുമില്ലെങ്കിൽ പോലും ആ നേരത്തെ എനിക്ക് അതിശക്തമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു മാനസിക ധൈര്യം ഒന്നും കൂടെ ഓൾറെഡി എനിക്ക് ഉണ്ടെങ്കിലും അത് ഡബിളായി. എനിക്ക് ജീവിക്കാൻ പറ്റുമെന്നുള്ളൊരു ഇതായി. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആൾക്കാർക്ക് ചെയ്യാൻ പറ്റാവുന്നെങ്കിൽ അതും അവർ ചെയ്യാൻ ഒരു മടിക്കണ്ട. എല്ലാവർക്കും അതേപോലെ ചെയ്യുകയും ചെയ്യാം. അങ്ങനെയാണ് ഈ ഏകദേശം ഒരു 8 കീമോ ആയപ്പോൾ ഏകദേശം ഒരു 6 മാസത്തിനടുത്തായി. ഇത് കഴിഞ്ഞാൽ ഇനി അടുത്തത് റേഡിയേഷനാണ്. അത് എന്തായിരിക്കും എന്നുള്ളൊരു ഉത്കണ്ഠ വേറെ ഉണ്ട്. ഇപ്പം ശരീരം ശരിക്കും പറഞ്ഞ സൈഡ് എഫക്ട്സ് കൊണ്ട്, ക്യാൻസറിൻ്റെ ഈ കീമോൻ്റെയൊക്കെ സൈഡ് എഫക്ട്സ് കൊണ്ട് കൈകാലുകളെല്ലാം പോയി പൊട്ടിപ്പൊളിഞ്ഞ് നഖമെല്ലാം കറുത്ത് കരുവാളിച്ച് നടക്കാൻ പറ്റാതെ അവശത നിലയിലാണ് കേട്ടോ ഈ 6 മാസമായപ്പോൾ. അത് കഴിഞ്ഞ് ഒരു മാസം കൂടെ കഴിഞ്ഞിട്ടാണ് റേഡിയേഷൻ ഗുണം. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെ നിന്നത് കൊണ്ട് ഒരു മാസം കൊണ്ടൊക്കെ എൻ്റെ ബാക്കിയുള്ള കീമോൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റായി ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ റേഡിയേഷന് വേണ്ടിയിട്ട് ലേക്ക് ഷോറിലേക്ക് പോകുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പോൾ ബൈ ബൈ.